ഭാരതത്തിന്റെ അതിർത്തി കാക്കുവാൻ ഇന്ന് നമുക്ക് അത്യാധുനിക ഡ്രോണുകളും സാറ്റലൈറ്റുകളും അതിശക്തമായിട്ടുള്ള റഡാർ സംവിധാനങ്ങളൊക്കെയുണ്ട്. എന്നാൽ സാങ്കേതിക വിദ്യ ഇത്രയൊന്നും വളരാത്ത ഒരു കാലഘട്ടത്തിലെ ഗുജറാത്തിലെ കത്തുന്ന മണലാരണ്യത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് കരുത്തായത് ഒരു യന്ത്രമായിരുന്നില്ല, അതൊരു മനുഷ്യനായിരുന്നു. നഗ്നപാതനായി നടന്ന് മണലിലെ ഓരോ തരിയെയും വായിച്ചെടുത്ത ഒരാൾ. പേര് രൺഛോദാസ് പഖി. ഒരു സാധാരണ മനുഷ്യന്റെ അങ്ങേയറ്റം അസാധാരണമായിട്ടുള്ള ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അതിർത്തിയിലെ കത്തുന്ന മണൽക്കാറ്റ്, സൂര്യൻ പോലും ഉരുകി വീഴുന്ന റാൻ ഓഫ് കച്ചിന്റെ വിജനതയിൽ ഇന്ത്യൻ പടക്കപ്പലുകൾക്കും പീരങ്കികൾക്കും അപ്പുറം ശത്രുക്കൾ ഭയപ്പെട്ടിരുന്ന ഒരു നിഴലുണ്ടായിരുന്നു. അതൊരു മിസൈൽ ആയിരുന്നില്ല, ഒരു അത്യാധുനിക സംവിധാനമുള്ള റഡാറുമായിരുന്നില്ല, മറിച്ച് നഗ്നപാതനായി മണലിൽ ചുവടുവയ്ക്കുന്ന വെള്ള തലപ്പാവണിഞ്ഞ ഒരു വൃദ്ധനായിരുന്നു രൺഛോദാസ് പഖി. കാലം കാറ്റിൽ മായ്ച്ചു കളയുന്ന മണലിലെ ഓരോ അടയാളവും അദ്ദേഹത്തിന് ഒരു തുറന്ന പുസ്തകം പോലെയായിരുന്നു. വെറും മണ്ണിലെ തരികൾ നോക്കി ശത്രുവിൻ്റെ എണ്ണവും അവരുടെ ആയുധബലവും ലക്ഷ്യസ്ഥാനവും പ്രവചിച്ച ഒരു അത്ഭുത മനുഷ്യൻ. 1965-ലും 71-ലും ഇന്ത്യയുടെ വിജയഗാഥകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു കരുത്തുറ്റ മനുഷ്യനായിരുന്നു ഇത്. മരണത്തിൻ്റെ കരിനിഴൽ വീണ മൈൻ ഫീൽഡുകളിലൂടെ 70-ാം വയസ്സിലും ഇന്ത്യൻ ടാങ്കുകൾക്ക് വഴികാട്ടിയായ മരുഭൂമിയിലെ ആ കണ്ണുകൾ, വെറുമൊരു ഒട്ടകപാലകൻ എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഇതിഹാസമായി മാറിയത് എന്നതിൻ്റെ ഒരു വലിയ കഥയാണ്. സാങ്കേതിക വിദ്യയേക്കാൾ മൂർച്ചയുള്ള ഒരു മനുഷ്യബുദ്ധിയുടെ അവിശ്വസനീയമായ ജീവിത കഥയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഗുജറാത്തിലെ ബനസ്കന്ത ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച രൺഛോദാസ് ഒരു ഒട്ടകപാലകനായിരുന്നു. ഗുജറാത്തി ഭാഷയിൽ പഖി എന്നാൽ വഴികാട്ടി അല്ലെങ്കിൽ കാൽപ്പാടുകളൊക്കെ പിന്തുടരുന്നവൻ എന്നാണ് അർത്ഥമുണ്ടായിരുന്നത്. രാജസ്ഥാനിലെയും അതേപോലെ ഗുജറാത്തിലെയും മരുഭൂമികളിൽ ജീവിക്കുന്ന ഈ ഒരു വിഭാഗത്തിന് മണലിലെ അടയാളങ്ങൾ വായിച്ചെടുക്കുവാൻ പ്രത്യേക തരത്തിലുള്ള ഒരു സ്കില്ലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ രൺഛോദാസ് ഈ വിദ്യയിൽ ഒരു മാന്ത്രികനായിരുന്നു എന്നാണ് പറയേണ്ടത്. 1960-കളിൽ ഭാരതം പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി സംഘർഷം പുകയുന്ന ഒരു കാലം. അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റക്കാരെയും അതേപോലെ കള്ളക്കടത്തുകാരെയും കണ്ടെത്തുവാൻ ഇന്ത്യൻ സൈന്യം വലിയ രീതിയിൽ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് രൺഛോദാസിൻ്റെ അത്ഭുതകരമായിട്ടുള്ള കഴിവിനെക്കുറിച്ച് അവർ കേൾക്കുന്നത് തന്നെ. ഒരിക്കൽ മണലിലെ കാൽപ്പാടുകളൊക്കെ നോക്കി അദ്ദേഹം സൈനിക ഉദ്യോഗസ്ഥരോട് പറയുകയുണ്ടായി, ഇവിടെ നിന്ന് പോയത് 5 പേരാണ്. അതിലൊരാൾക്ക് കാലിന് ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരാളാകട്ടെ ചുമലിൽ ഭാരമേറിയ എന്തോ ഒന്ന് ചുമക്കുന്നുണ്ട് എന്ന് കൂടി പറഞ്ഞു. സൈന്യം ഇത് പിന്തുടരുകയും അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതോടെ അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഔദ്യോഗിക സ്കൗട്ടായി നിയമിക്കാൻ കാരണമായി എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹം ഇന്ത്യൻ സേനയുടെ ഭാഗമായി. വർഷം 1965 ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് എന്ന ഒരു പ്രദേശം, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിപ്കോട്ട് പോസ്റ്റ് പാകിസ്ഥാൻ സൈന്യം പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ആ വിജനമായ മണലാരണ്യത്തിൽ ശത്രുക്കൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. റഡാറുകൾക്കും ദൂരദർശിനികൾക്കും പോലും വഴങ്ങാത്ത ആ മണൽ കൂമ്പാരങ്ങൾക്കിടയിൽ ഇന്ത്യൻ സൈന്യം ഇങ്ങനെ പകച്ചു നിൽക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. രൺഛോദാസ് പഖി ആ രൂപത്തിൽ ഒരു സാധാരണ ഗ്രാമീണനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒരു സ്കാനറിനേക്കാൾ വളരെ വേഗത്തിൽ ആ മണൽക്കാടിനെ കീറി മുറിക്കുന്ന ഒന്നായിരുന്നു. ചുറ്റും നിൽക്കുന്ന ഉന്നതരായ സൈനിക ഉദ്യോഗസ്ഥർ പോലും ശ്വാസമടക്കി പിടിച്ച് അദ്ദേഹത്തെ നോക്കി നിൽക്കുകയാണ്. പഖി പതുക്കെ എഴുന്നേറ്റു. എന്നിട്ട് കയ്യിലുള്ള വടി ദൂരേക്ക് ചൂണ്ടിക്കൊണ്ട് വളരെ ശാന്തനായി പറയുകയാണ്, സാബ്, ഇവിടെ 1200 ശത്രുക്കളാണുള്ളത്. അവരോടൊപ്പം 100 കണക്കിന് ഒട്ടകങ്ങളുമുണ്ട്. സൈനിക ഉദ്യോഗസ്ഥരെല്ലാം അമ്പരന്ന് ഇയാളെ നോക്കുകയാണ്.
വെറും കാൽപ്പാടുകൾ മാത്രം നോക്കി ഇത്ര കൃത്യമായ ഒരു സംഖ്യ തന്നെ പറയുവാൻ ഇയാൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പോൾ ഈ ഒരു ചോദ്യം ഉയർന്നപ്പോൾ പകി ആ മണലിൽ തൊട്ട് കാട്ടിക്കൊടുക്കുകയാണ്. സാബ്, ഇവിടെ പതിഞ്ഞിരിക്കുന്നത് ഒട്ടകങ്ങളുടെ കാൽപ്പാടുകളാണ്. നിങ്ങളിതൊന്ന് നോക്കുക. അവ സാധാരണയേക്കാൾ ആഴത്തിൽ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അതായത് ആ ഒട്ടകങ്ങളുടെ പുറത്ത് വെറും മനുഷ്യർ മാത്രമല്ല ഉള്ളത്. ടൺ കണക്കിന് വെടിക്കോപ്പുകളും മെഷീൻ ഗണ്ണുകളുമാണ് അവർ കയറ്റിക്കൊണ്ടുപോയിരിക്കുന്നത്. ആ കാൽപ്പാടുകളും അവയുടെ വലിപ്പവും കുളമ്പടയാളങ്ങളും ഒക്കെ അതിൻ്റെ അകലങ്ങളും ഒക്കെ വെച്ച് നോക്കിയാൽ അത് കൃത്യം 1200 പേരുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു സിനിമ ക്ലൈമാക്സിനെ വെല്ലുന്ന നിമിഷമായിരുന്നു അത് സമ്മാനിച്ചത്. പകി നൽകിയ ആ രഹസ്യ വിവരം വിശ്വസിച്ച് ഇന്ത്യൻ സേന ആഞ്ഞടിച്ചു. പകി പ്രവചിച്ചതുപോലെ തന്നെ കൃത്യം അതേ സ്ഥലത്ത് അതേ എണ്ണത്തിൽ തന്നെ ശത്രുക്കൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്നതാണ് പിന്നീടുള്ള കണ്ടെത്തൽ. അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു ആക്രമണത്തിൽ പാക് സൈന്യം തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ച കാണുന്നു. ബീഫ്കോട്ട് പോസ്റ്റിന് മുകളിൽ ഇന്ത്യൻ പതാക വീണ്ടും പാറിക്കളിക്കുന്ന മനോഹര രംഗം. അത്യാധുനിക സാങ്കേതിക വിദ്യകളില്ലാത്ത ആ ഒരു കാലത്ത് ഒരു രാഷ്ട്രത്തിൻ്റെ അഭിമാനം രക്ഷിച്ചത് മണ്ണിലെ കാൽപ്പാടുകൾ വായിക്കാൻ അറിഞ്ഞിരുന്ന ആ ഒരു ഗ്രാമീണരായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. വെറുമൊരു ഒട്ടകപാലകനിൽ നിന്ന് ഇന്ത്യൻ ആർമിയുടെ അദൃശ്യനായിട്ടുള്ളൊരു പോരാളിയിലേക്കുള്ള പകയുടെ വളർച്ച അന്ന് അവിടെ തുടങ്ങുകയായിരുന്നു. അടുത്തത് വർഷം 1971. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും ഒരു മഹായുദ്ധം നടക്കുന്നു. ഗുജറാത്തിലെ അതിർത്തി ഗ്രാമമായിട്ടുള്ള നഗർ പാർക്കർ പിടിച്ചെടുക്കുക എന്നത് ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ആ പാതയിൽ കാത്തിരിക്കുന്നത് അന്തക വിത്തുകളായിരുന്നു. മണലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച 100 കണക്കിന് കുഴി ബോംബുകളാണ് അവരെ കാത്തിരിക്കുന്നത്. ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ ഒരു നിമിഷം കൊണ്ട് 100 കണക്കിന് സൈനികരും കോടികൾ വിലമതിക്കുന്ന ടാങ്കുകളും ചാരമായി തീരാൻ അത് മതി. സൈന്യം അപ്പോഴും നിസ്സഹരായി നോക്കി നിൽക്കുന്ന ആ ഒരു നിമിഷത്തിൽ ഇരുട്ടിൽ നിന്ന് ഒരാൾ അവിടേക്ക് വരുന്നു. നരച്ച താടിയും വെള്ള തലപ്പാവുമുള്ള ആ വൃദ്ധൻ, 70 വയസ്സായ ആ മനുഷ്യൻ, വീണ്ടും രൺഛോദാസ് പകി. ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സംശയിച്ചവർക്ക് മുന്നിൽ അദ്ദേഹം തൻ്റെ വടി മണ്ണിൽ പതുക്കെ കുത്തി പതുക്കെ നടന്നു തുടങ്ങുന്നു. ഇരുട്ടിൽ കണ്ണു കാണാത്ത നേരത്ത് പകി തൻ്റെ കൈകൾ കൊണ്ട് മണ്ണിലെ കാറ്റും മണലിൻ്റെ തണുപ്പും അറിയുകയാണ്. ലാൻഡ് മൈനുകൾ വയ്ക്കുമ്പോൾ മണലിലുണ്ടാകുന്ന നേരിയ മാറ്റങ്ങൾ പോലും അദ്ദേഹത്തിന് ആ വിരലുകൾ കൊണ്ട് പോലും അത് പരിചിതമായിരുന്നു. 12 മണിക്കൂർ നേരം വെളുക്കുന്നത് വരെ ആ 70കാരൻ മരണത്തിൻ്റെ വക്കിലൂടെ നടക്കുകയാണ്. ഓരോ ചുവടും മരണത്തോടുള്ള വെല്ലുവിളിയായിട്ടാണ് അദ്ദേഹം കണ്ടത്. പകി മുന്നിൽ നടന്നു. അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകളൊക്കെ വളരെ കൃത്യമായി പിന്തുടർന്നുകൊണ്ട് ഇന്ത്യൻ സേനയും ടാങ്കുകളും അദ്ദേഹത്തിൻ്റെ പിന്നാലെ. മൈനുകൾ ഒളിപ്പിച്ച മണ്ണിലൂടെ ഒരു പൂ വിരിയുന്ന അത്രയും മൃദുവായി അദ്ദേഹം സൈന്യത്തിന് വഴി കാണിച്ചു കൊടുക്കുന്ന മനോഹരമായ കാഴ്ച. നേരം വെളുത്തപ്പോൾ ലോകം ആ കാഴ്ച കണ്ടു. പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വഴിയിലൂടെ ഇന്ത്യൻ ടാങ്കുകൾ നഗർ പാർക്ക് പോസ്റ്റിന് തൊട്ട് മുന്നിലെത്തിയിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച. ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ, ഒരു സൈനികന് പോലും പരിക്ക് പറ്റാതെ ഇന്ത്യ ആ ഒരു പ്രദേശം സമർത്ഥമായി കീഴടക്കുന്നു. യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക തലവന്മാരിൽ ഒരാളായിട്ടുള്ള സാം മനേക്ഷ പകിയെ ചേർത്ത് പിടിച്ച് ചോദിച്ചു, ഇതെങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു പകിയെന്ന്. പകി ചിരിച്ചുകൊണ്ടൊരു മറുപടി നൽകുന്നുണ്ട്. സാബ്, മണ്ണ് എൻ്റെ അമ്മയാണ്. അമ്മയുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് മുറിവുകൾ ഉള്ളതെന്ന് ഒരു മകന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ സാബ് എന്നാണ് ചോദിച്ചത്. 70-ാം വയസ്സിലും മരണത്തെ തോൽപ്പിച്ച് ഭാരതത്തിന് വിജയം സമ്മാനിച്ച ആ പോരാളിയുടെ പേര് ഇന്നും അതിർത്തിയിലെ മണൽത്തരികളിൽ വലിയ രീതിയിൽ അലയടിക്കുന്നതായി നമുക്ക് കാണാം. രൺഛോദാസ് പകി ഇതിഹാസങ്ങൾക്ക് പ്രായമില്ല എന്നതിൻ്റെ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ തെളിവ്. അതിർത്തിയിൽ നിന്ന് രാത്രികാലങ്ങളിൽ അതിക്രമിച്ച് കടക്കുന്ന കള്ളക്കടത്തുകാരുണ്ട്. അപ്പോൾ ആ കള്ളക്കടത്തുകാരെയും അതേപോലെ ചാരന്മാരെയും പിടികൂടാൻ BSF എന്നും ആശ്രയിച്ചിരുന്നത് പകിയെ ആയിരുന്നു എന്നാണ് പറയുന്നത്. മണലിൽ പതിഞ്ഞ ഒരു ചെറിയ വിരലടയാളം കണ്ടാൽ പോലും അത് എത്ര സമയം മുൻപുള്ളതാണെന്നും ആള് ഏത് ദിശയിലേക്കാണ് പോയതെന്നും അദ്ദേഹം കൃത്യമായി സൈന്യത്തിന് ഇൻഫോം ചെയ്യുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഭൂപടങ്ങളോ ദിശാസൂചികളോ ഒന്നുമില്ലാത്ത ഉൾപ്രദേശങ്ങളിൽ സൈനികർ വഴിതെറ്റി പോകുന്നത് പണ്ട് പതിവുള്ള ഒരു സംഗതിയായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ രക്ഷകനായി എത്തിയിരുന്നത് ഇതേ പകി തന്നെയായിരുന്നു.
നക്ഷത്രങ്ങളുടെ സ്ഥാനവും മണൽത്തിട്ടകളുടെ ആകൃതിയും നോക്കി കിലോമീറ്ററുകളോളം ദൂരം ഒരു തെറ്റും കൂടാതെ സൈന്യത്തെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക രീതിയിലുള്ള ടാലൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൈന്യത്തിന് അദ്ദേഹത്തെ സ്നേഹത്തോടെ മരുഭൂമിയിലെ വഴികാട്ടി എന്നൊരു ഓമന പേരിട്ട് വിളിച്ചിരുന്നത്. ഔദ്യോഗികമായി വിരമിച്ച ശേഷവും അതിർത്തി രക്ഷാസേനയ്ക്ക് അദ്ദേഹം തൻ്റെ സേവനം ഇങ്ങനെ തുടർന്ന് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. പുതുതായി എത്തുന്ന സൈനികർക്കൊക്കെ മരുഭൂമിയിലെ സാഹചര്യങ്ങളെ എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ അതിജീവിക്കാം എന്നതിനെ പറ്റിയും പ്രകൃതിദത്തമായിട്ടുള്ള അടയാളങ്ങളൊക്കെ എങ്ങനെ തിരിച്ചറിയണമെന്നും അദ്ദേഹം എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അനുഭവ സമ്പത്ത് ഒരു പാഠപുസ്തകത്തിന് തുല്യമായിരുന്നു എന്ന് പറയാം. ഫീൽഡ് മാർഷൽ സാം മനേക്ഷ പഗ്ഗിയെ വെറുമൊരു സഹായിയായിട്ടല്ല കണ്ടിരുന്നത് എന്നുകൂടി മനസ്സിലാക്കാം. പല പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾക്കും മുൻപ് മനേക്ഷ പഗ്ഗിയുടെ അഭിപ്രായം ചോദിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരിക്കൽ പഗ്ഗിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിനെ ചികിത്സിക്കാനായിട്ട് മനേക്ഷ തൻ്റെ പ്രത്യേക ഹെലികോപ്റ്റർ അയച്ചതായും ചില കഥകൾ പറയുന്നുണ്ട്. ഒരു സാധാരണ ഗ്രാമീണന്, ഒരു സിവിലിയന് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള വ്യക്തി നൽകിയ ആ ഒരു ബഹുമാനം, പഗ്ഗിയുടെ പ്രവർത്തനത്തിൻ്റെ മൂല്യം എത്ര വലുതാണ് എന്ന് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. രൺഛോദാസ് പഗ്ഗിയുടെ സമാനതകളില്ലാത്ത സേവനങ്ങൾക്ക് ഇന്ത്യൻ സൈന്യവും അതേപോലെ സർക്കാരും നൽകിയ അംഗീകാരങ്ങൾ ഏതൊരാൾക്കും എല്ലാ കാലത്തും അഭിമാനം നൽകുന്നതാണ്. 1971 വിജയത്തിന് ശേഷം ഫീൽഡ് മാർഷൽ സാം മനേക്ഷ പഗ്ഗിയെ നേരിട്ട് കാണാൻ മതി. അപ്പോൾ അദ്ദേഹത്തെ പിന്നീട് ആലിംഗനം ചെയ്യുകയും ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഒരു സാധാരണക്കാരന് ഇന്ത്യൻ സൈന്യത്തിൻ്റെ തന്നെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള ഒരു തലവനിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ബഹുമാനമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ സിഗ്നിഫിക്കൻസ് അതാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ എല്ലാ കാലവും സ്മരിക്കുന്നതിനായി ഗുജറാത്തിലെ അന്താരാഷ്ട്ര അതിർത്തിയിലുള്ള ഒരു BSF ഔട്ട് പോസ്റ്റിന് രൺഛോദാസ് പഗ്ഗി പോസ്റ്റ് എന്നൊരു പേരാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സാധാരണക്കാരൻ്റെ പേര് ഒരു സൈനിക പോസ്റ്റിന് നൽകുക എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ സംഭവം തന്നെയാണ്. സംഗ്രാം മെഡൽ, പോലീസ് മെഡൽ, സമർ സേവാ സ്റ്റാർ തുടങ്ങിയ പലതരത്തിലുള്ള മെഡലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ നേടിയിട്ടുള്ളതാണ്. 2013 അന്തരിക്കുമ്പോൾ 112 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത് അതിർത്തിയിലെ മണൽത്തരികൾക്കിടയിൽ തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം അന്തരിച്ച സമയത്ത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരവും നടത്തിയത്. BSF ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്ന കാഴ്ചകൾ നമ്മളന്ന് കണ്ടതാണ്. ഇന്നും അതിർത്തിയിലെ സൈനികർക്ക് പഗ്ഗി ഒരു വികാരം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും രാജ്യസ്നേഹവും ഓരോ വർഷവും അതിർത്തി രക്ഷാസേന അനുസ്മരിപ്പിക്കാറുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, കാലം ആ മണൽപ്പരപ്പിലെ കാൽപ്പാടുകൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ യന്ത്രങ്ങൾക്കും റഡാറുകൾക്കും പരാജയപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു പച്ച മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യം വിജയിക്കുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു ഇതിഹാസത്തിൻ്റെ പേരാണ് രൺഛോദാസ് പഗ്ഗി. ചരിത്രം പലപ്പോഴും രാജാക്കന്മാരെയും സേനാപതികളെയും മാത്രമേ ഓർത്തിരിക്കാറുള്ളൂ. എന്നാൽ നഗ്നപാതനായി നടന്ന് രാജ്യത്തിൻ്റെ അഭിമാനം കാത്ത ഈ ഒരു ഒട്ടകപാലകനെ നമ്മൾ ഒരിക്കലും മറക്കില്ല, ചരിത്രവും മറക്കില്ല. യൂണിഫോം ധരിക്കാത്ത ആ ഒരു സൈനികൻ എന്നാണ് പറയുന്നത്. മരുഭൂമിയിലെ ആ അത്ഭുതത്തിന്, ഭാരത മണ്ണിൻ്റെ യഥാർത്ഥ പുത്രന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.